സുഗമദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നന്ദൻ പ്രകാശ് മേനോൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോകുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഇസബല്ലയും കെവിനും നന്ദനെ ഒളിപ്പിച്ചേക്കാന്ന് വിചാരിച്ച് അരുന്ധതി വന്ന് ഇസബല്ലയുടെയും കെവിൻ്റെ അടുത്ത് വഴക്കിടുന്നുണ്ട്. ആ സമയം ഇസബല്ലയും കെവിനും ആണയിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നന്ദനെ എവിടെയാണെന്ന് അറിയില്ല, അതുപോലെ ഋഷി എവിടെയാണെന്നും അറിയില്ല എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, ഇത്രയും നേരം ഞാനൊരു അമ്മ എന്നുള്ള സ്ഥാനത്ത് നിന്നാണ് നിങ്ങളോട് ചോദിച്ചത്, ഇനി ഞാൻ പഴയ അരുന്ധതിയായിട്ട് ചോദിക്കാം. നിനക്ക് എന്തായാലും പാപ്പൻ്റെയും ചാച്ചൻ്റെയൊക്കെ സഹായം വേണം, എന്തെങ്കിലും ചെയ്യാം, പക്ഷേ എനിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട. ഞാൻ ഇതുവരെ എത്തിയത് ഒറ്റയ്ക്ക് തന്നെയാണ്, ഞാൻ ഒറ്റയ്ക്ക് തന്നെ മതി നിന്നെയൊക്കെ കൈകാര്യം ചെയ്യാൻ. എന്തായാലും നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോണില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് നന്ദനെ കിട്ടണം. അന്നേരം ഈ ഇസബല്ല ചോദിക്കുന്നുണ്ട്, മേഡം എന്താ മേഡം ഇങ്ങനെ പറയണേ, മേഡം ഇത്രയും ദിവസം ഋഷിയെ അന്വേഷിച്ചല്ലേ നടന്നേ, ഇപ്പം എന്തിനാ നന്ദനെ അന്വേഷിക്കണേ, നന്ദനെ എവിടെ പോയാൽ മേഡത്തിന് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അതൊന്നും നിന്നോട് ഞാൻ പറയേണ്ട കാര്യമില്ല, എനിക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് നന്ദനെ കിട്ടണം, ഇല്ലെങ്കിൽ നീയൊക്കെ വിവരം അറിയുമെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പം കെവിൻ പറയുന്നുണ്ട്, ആൻറ്റി ഞങ്ങൾ പറയണത് ആൻറ്റി ഒന്ന് വിശ്വസിക്കുക, നന്ദനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ഞങ്ങളും നന്ദനെ തന്നെ തേടി നടക്കണമെന്ന് പറയുമ്പം ഈ അരുന്ധതി പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്നും അറിയില്ല എന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, എന്തായാലും നിങ്ങൾ നന്ദനെ തേടി നടക്കുമെന്ന് പറഞ്ഞല്ലോ, എത്രയും പെട്ടെന്ന് നന്ദനെ തേടി കണ്ടുപിടിച്ച് തരണം, ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന്. ആ സമയം ഈ കെവിനും ഇസബല്ലയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാവുന്നുണ്ട്, ഇവരോട് എന്ത് പറഞ്ഞിട്ടും ഇവർ വിശ്വസിക്കുന്നില്ല. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, മേഡം ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്, ഞങ്ങൾക്ക് നന്ദനെക്കുറിച്ചോ ഋഷിയെക്കുറിച്ചോ ഒന്നും അറിയില്ല, ഞങ്ങളും ഈ നന്ദനെയും ഋഷിയെയും തേടിക്കൊണ്ടിരിക്കുക, നന്ദനെ കൈ കിട്ടിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ഡീലാക്കാൻ. അന്നേരം ഈ അരുന്ധതി ചോദിക്കുന്നുണ്ട്, നന്ദനെ കൈ കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്തിനാ, അല്ല ഋഷി എവിടെയാണെന്ന് അറിയണ്ടേന്ന് ചോദിക്കുമ്പം അതൊന്നും നിങ്ങൾ ഇനി അന്വേഷിക്കണ്ട, ഋഷിയെ ഞാൻ കണ്ടെത്തിക്കോളാം, എനിക്കിപ്പോൾ നന്ദനെ കണ്ടെത്തി തന്നാൽ മതി എന്ന്. അത് കേട്ടതും ഈ കെവിൻ ചോദിക്കുന്നുണ്ട്, അതെന്താ ആൻറ്റിക്കിപ്പോൾ ഋഷിയെ വേണ്ടേന്ന് ചോദിക്കുമ്പം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഋഷിയുടെ കാര്യം നിങ്ങൾ വിട്ടേരെ, എനിക്ക് നന്ദനെ കിട്ടിയാൽ മതി, നന്ദനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഋഷിയെ കിട്ടിയതുപോലെ തന്നെയാണ്. അന്നേരം ഈ ഇസബല്ല ചോദിക്കുന്നുണ്ട്, മേഡം എന്തൊക്കെയായി പറയണത്, ഇനിയിപ്പോൾ മകനെ കാണാത്ത വിഷമത്തിൽ മേഡത്തിൻ്റെ സ്വയബുദ്ധി പോയോ എന്ന് ചോദിക്കുമ്പം എനിക്ക് ബുദ്ധിക്ക് ഒരു കുറവുമില്ല, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ നന്ദനെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഋഷിയെയും കിട്ടൂല എന്ന്. അത് കേട്ടതും ഈ ഇസബല്ലയും കെവിനും ആകെ കൺഫ്യൂഷനിലാവുന്നുണ്ട്, ഇവരെന്തൊക്കെയാണ് പറയണേ, ഇനി ഇവർക്ക് സമനില തെറ്റിയതാണോ എന്നൊക്കെ ഇങ്ങനെ ഇസബല്ല ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, നീ ഇപ്പോൾ ആലോചിക്കുന്നത് എനിക്ക് സമനില തെറ്റിയോന്നല്ലേ, എനിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, എത്രയും പെട്ടെന്ന് എനിക്ക് നന്ദനെ കണ്ടുപിടിച്ച് തരണം, ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ജയിലിലേക്ക് പോകാൻ റെഡി ആയിക്കോ, ഞാനിപ്പോൾ പോവുകയെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി പോകുന്നുണ്ട്. അരുന്ധതി പോയി കഴിഞ്ഞതും ഇസബല്ല കെവിനോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് കെവിൻ ഇവിടെ നടക്കുന്നത്, ഇപ്പോൾ അവർ വന്നിട്ട് നന്ദനെ ചോദിക്കണേ എന്തിനാന്ന് ചോദിക്കുമ്പം അതാ എനിക്ക് മനസ്സിലാവാത്തതല്ല, ഇത്രയും ദിവസം അവർ ഋഷിയെ കണ്ടില്ല എന്നും പറഞ്ഞുള്ള കരച്ചിലായിരുന്നു, ഇതിപ്പോൾ ഋഷിയെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നന്ദനെ കിട്ടണം എന്നുള്ള ഇതാ അവർക്ക് കാണണേ, അവരെന്തിനാ നന്ദനെ അന്വേഷിക്കണമെന്ന് ചോദിക്കുമ്പം എനിക്കും അത് മനസ്സിലാവണില്ല, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കളിയാണോ എന്ന് ചോദിക്കുമ്പം അതും അറിയില്ല, എന്തായാലും അവർ നിസ്സാരക്കാരും ഒന്നുമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും പിടിപാടുള്ള ആളാണ്, അതുകൊണ്ട് അവരെ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നൊന്നും പറയാൻ പറ്റില്ല, അതിന് നമ്മൾ എന്ത് ചെയ്യാനാടാന്ന് ചോദിച്ചതും എത്രയും പെട്ടെന്ന് ആ നന്ദനെയോ ഋഷിയോ ആരെയെങ്കിലും നമ്മൾ കണ്ടെത്തണമല്ല, ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും, ഇപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം കൈവിട്ട അവസ്ഥയിലാണ്. ഇതേസമയം ഇസബല്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹരിയേട്ടനാണെങ്കിൽ ചന്ദ്രോത്ത് വന്നേക്കാണ്. സിദ്ധാർത്ഥൻ അപ്പോൾ ഹരിയേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഹരിയേട്ട ഇനി നമ്മളുടെ മുന്നോട്ടുള്ള പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്ത് പ്ലാനാണെങ്കിലും നമുക്ക് നന്ദനെ കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സിദ്ധു, നന്ദന ആരുടെയെങ്കിലും കസ്റ്റഡിയിലാണെന്ന് ഹരിയേട്ടന് സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്കങ്ങനെ ഇന്ന ആളെന്നൊന്നും പറയാൻ പറ്റില്ല, എന്തായാലും ഇതിൻ്റെ പിന്നിൽ അരുന്ധതിയോ കെവിനോ ഇസബല്ലയോ ഒന്നുമല്ല, വേറെ ആരോ ഉണ്ട്, അത് ആരാണെന്ന് നമ്മൾ കണ്ടെത്തണം എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇനി നമ്മളത് എന്ന് കണ്ടെത്തും, എത്ര ദിവസമായി നന്ദനെ കാണാതായിട്ട്, ഇതുവരെ അതിനെക്കുറിച്ചൊരു സൂചന പോലും നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പം ഹരിയേട്ടൻ പറയുന്നുണ്ട്, എന്തായാലും അധികം വൈകാതെ തന്നെ നമുക്ക് നന്ദനെ കണ്ടെത്താൻ പറ്റുമെന്ന് എൻ്റെ ഒരു വിശ്വാസം, എന്തായാലും നമുക്ക് അതിനു വേണ്ടി ശ്രമിക്കാം, ദേവികയും ശാരികയും എല്ലാവരും അതിനു വേണ്ടിയിട്ട് തന്നെയല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട്. പ്രഭാവതി വന്നിട്ട് ഹരിയേട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഹരിയേട്ട നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് ചോദിക്കുമ്പം ഇല്ല പ്രഭ, ഇതുവരെ ഒരു വിവരവും ഇല്ല എന്ന് പറയുന്നു. ആ സമയത്ത് പ്രഭാവതി ആണെങ്കിൽ ഭയങ്കര സങ്കടത്തോടുകൂടി തന്നെ പറയുന്നുണ്ട്, എത്ര ദിവസമായി ഹരിയേട്ട നന്ദന എവിടെയാണെന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല, നിങ്ങൾ എന്ത് അന്വേഷണമാണ് നടത്തണമെന്ന് ചോദിക്കുമ്പോൾ പ്രഭ തന്നോട് പറയണത് മനസ്സിലാവണില്ലേ, ഹരിയേട്ടനെ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ സിദ്ധാർത്ഥൻ പ്രഭാവതിയെ വഴക്ക് പറയുമ്പം ഹരിയേട്ടൻ പറയുന്നുണ്ട്, വേണ്ട സിദ്ധു, പ്രഭയെ വഴക്കൊന്നും പറയണ്ട, പ്രഭയുടെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും, എന്തായാലും അധിക ദിവസമൊന്നും ഇനി ഉണ്ടാവില്ല, അതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ നന്ദനെ കണ്ടെത്തും, അതിന് വേണ്ടിയിട്ടല്ലേ ദേവികയും ശാരികയൊക്കെ പരിശ്രമിക്കണേന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലാവും ഹരിയേട്ട, എന്നാലും നന്ദനെ കാണാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന്. എന്തായാലും പ്രഭ ഒന്ന് സമാധാനമായിട്ടിരിക്കുക, എത്രയും പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു. പിന്നീട് കാണിക്കുന്നത്
ദേവികേനെയാണ്. ദേവിക വീട്ടിൽ വന്നതും ശാരിക അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ കെവിനെ കാണാൻ പോയിട്ട് കെവിൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, ചേച്ചി ഇന്നൊരു വിശേഷം ഉണ്ടായി. കെവിനുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അരുന്ധതി മേഡം കെവിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, എന്താ അരുന്ധതി മേഡം പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കെവിൻ ഫോൺ എടുത്തിട്ട് പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയോ ചെയ്ത്. ഞാൻ ചോദിച്ചപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കെവിനോട് ചോദിച്ചു, ഫ്രണ്ടിനെ ആൻറ്റീന്നാണോ വിളിക്കണേന്ന് ചോദിക്കുമ്പോൾ, ഇത് കുറച്ച് പ്രായമുള്ള ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് കിടന്ന് ഉരുണ്ട് തിരിയുമായിരുന്നു. പിന്നീട് എന്നോട് ഫോൺ വേണമെങ്കിൽ നോക്കിക്കോ സംശയമാണെങ്കിൽ എന്ന് പറഞ്ഞത് ഞാൻ ഫോൺ മേടിച്ച് നോക്കി. അപ്പോൾ അതിനകത്ത് കണ്ടിരുന്നു അരുന്ധതി മേഡം വിളിച്ചത്. ഒരു വിളിച്ചെന്തിനാന്ന് പറഞ്ഞു എന്ന് ചോദിക്കുമ്പം അതൊന്നും പറഞ്ഞില്ല, എന്തോ ഒരു അത്യാവശ്യത്തിന് അവർ വിളിച്ചതെന്ന് എനിക്ക് തോന്നി. ഞാനുള്ളത് കൊണ്ട് കെവിൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുമായിരുന്നു. അത് വേറെ ഒന്നും അല്ല ശരി, ഞാനിന്ന് അരുന്ധതി മേഡത്തെ പോയി കണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവർ കെവിനെ വിളിച്ചതായിരിക്കും. നീ ഉള്ളതുകൊണ്ട് സംസാരിക്കാണ്ടിരുന്നതായിരിക്കും. എന്തായാലും അവനെ ഒന്ന് സൂക്ഷിച്ചോളണം. നീ ഇനി അവൻ വിളിക്കുമ്പോഴൊന്നും പോകാൻ നിൽക്കണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനാണെങ്കിൽ ഇങ്ങനെ ആകെ ദേഷ്യം കയറി നിൽക്കുകയാണ്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ മുറിയിൽ പൂട്ടിയിട്ടേക്കണോണ്ട് നന്ദന ആ ഒരു ദേഷ്യമുണ്ട്. അങ്ങനെ ഗുണ്ടകളോട് പറയുന്നുണ്ട്, നിങ്ങൾ എത്ര ദിവസമായി എന്നെ ഇങ്ങനെ തടങ്കലിലാക്കിയിട്ട്, എന്നെ ഇങ്ങനെ ഇവിടെ തടങ്കലിലിടാൻ നിങ്ങൾക്ക് എന്താ കാര്യം? നിങ്ങൾ എന്തിനാ എന്നോട് ഈ ദ്രോഹം ചെയ്യണേ? എന്നെ ഒന്ന് പറഞ്ഞു വിട്ടുകൂടെ എന്ന് ചോദിക്കുമ്പോൾ, അത് പ്രകാശ് സാറാ തീരുമാനിക്കണേ, സാറ് വരുമ്പം സാറ് ചോദിച്ചു നോക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഇത് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പ്രകാശ് മേനോനെ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രകാശിനെ കണ്ടതും നന്ദൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ പ്രകാശ് നീ എന്നെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്? എന്നെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാത്ത എന്താ? എൻ്റെ വീട്ടിൽ അമ്മയും ദേവിയല്ല എന്നെ കാണാതെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിലെത്തണം എന്ന് പറയുമ്പം, നീ എന്തൊക്കെയാണ് നന്ദായി പറയണത്? നിന്നെ അങ്ങനെ വിടാനാണോ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത്? നീ പല പ്രശ്നങ്ങളുടെ നടുവിലാണെന്ന് അറിഞ്ഞിട്ട് നിന്നെ രക്ഷപ്പെടുത്താനല്ലേ ഞാനിങ്ങോട്ട് കൊടുക്കുന്നത്? എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ എന്താ? ആദ്യമൊക്കെ നീ പറഞ്ഞത് സത്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ശരിക്കും നീ എന്നെ ഇവിടെ ട്രാപ്പിലാക്കിയേക്കണതാ. നീ എന്നെ എന്ത് ചെയ്യാനോ കൊണ്ടുവന്നേക്കണേ? കൊല്ലാനാണോ? കൊല്ലാനാണെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് കൊന്നു കളഞ്ഞേരെ. ഇതുപോലെ എന്നെ ഇങ്ങനെ എടുത്ത് വിഷമിപ്പിക്കണേ എന്തിനാന്ന് ചോദിക്കുമ്പം, നീ എന്തൊക്കെയാണ് നന്ദായി പറയണത്? നിന്നെ കൊല്ലാനാണോ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത്? എന്തായാലും നീ ഇപ്പോൾ ഏകാന്ത തടവിലല്ലേ, അതിൻ്റെ വിഷമം നിനക്കുണ്ടാവുമെന്ന് എനിക്കറിയാം. വിഷമിക്കണ്ട, നിനക്കൊരു കൂട്ടുകാരനെയും കൂടി ഞാൻ കൊണ്ടു തരാമെന്ന്. അത് കേട്ടതും നന്ദൻ പറയുന്നുണ്ട്, എനിക്ക് കൂട്ടുകാരനെയും കൂട്ടുകാരിനെയും ഒന്നും വേണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലെത്തണമെന്ന്. ആ സമയത്ത് പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, നീ എന്താ നന്ദ കൊച്ചു കുട്ടികളെ കൂട്ടി ഇങ്ങനെ വാശി പിടിക്കുന്നത്? നിന്നെ ഞാൻ വീട്ടിലേക്ക് വിടൂലെന്നൊന്നും പറഞ്ഞില്ലല്ലോ, കുറച്ച് പ്രശ്നങ്ങളും കൂടി ഉണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ നിന്നെ ഉറപ്പായിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവിടും. വരെയും നീ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയണോ? ഈ സമയമാണെങ്കിൽ നന്ദൻ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഇവനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കണം, അതിനുള്ള മാർഗ്ഗം നോക്കണ്ടേന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഋഷിയുടെ അടുത്തേക്ക് ഈ പ്രകാശ് മേനോനും കുറച്ച് ഗുണ്ടകളും ചെല്ലാണ്. ആ സമയം ഋഷി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടേക്കണേ? പൈസയ്ക്കാണെങ്കിൽ എൻ്റെ അമ്മേനോട് പറഞ്ഞാൽ മതി, എത്ര പണം ചോദിച്ചാലും എൻ്റെ അമ്മ തരും, അല്ലാതെ നിങ്ങൾ എന്നെ ഇവിടെ ഇട്ടിങ്ങനെ കഷ്ടപ്പെടുത്തണേ എന്തിനാന്ന് ചോദിക്കുമ്പം, അതൊക്കെ ഞാൻ പറയാടാ, നിനക്കെന്താ ഇപ്പോൾ ധൃതിയായോ വീട്ടിലോട്ട് പോകാൻ? നിൻ്റെ അമ്മയുണ്ടല്ലോ ആ അരുന്ധതി മേഡം, അവരൊരു പാഠം പഠിക്കാനുണ്ട്, അതിനുശേഷം നിന്നെ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞു വിടുള്ളൂ എന്ന്. അന്നേരം ഋഷി പറയുന്നുണ്ട്, എൻ്റെ അമ്മ നിങ്ങൾ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ദ്രോഹിക്കണേന്ന് ചോദിക്കുമ്പം, അതൊക്കെ പറയാമെന്ന് പറഞ്ഞില്ലേടാന്ന് ചോദിക്കണം. അന്നേരം ഈ ഋഷിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ഈ പ്രകാശ് മേനോനെ തല്ലാനായിട്ട് ഒരുങ്ങുമ്പോൾ അവിടെ നിന്ന് ആ ഒരു ഗുണ്ട ഒരു കോലെടുത്തിട്ട് ഋഷിയുടെ തലക്കിട്ട് അടിക്കുന്നുണ്ട്. അടി കൊണ്ടതും ഋഷിയാണെങ്കിൽ മറിഞ്ഞു വീഴുന്ന സമയത്ത് പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, പണ്ടൊരു ദിവസം നന്ദൻ ഇതുപോലെ നിന്നെ തല്ലിയപ്പോഴല്ലേ നീ ബോധം കെട്ട് വീണ് മരിച്ചതായിട്ട് അഭിനയിച്ചത്, ഇപ്പോഴും നീ വേണമെങ്കിൽ അതുപോലെ തന്നെ അഭിനയിച്ചോ, നീ ഇപ്പോൾ ചത്താലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ നീ ഇപ്പോൾ മരണപ്പെട്ടവനല്ലേ, നിന്നെ കൊന്നത് നന്ദനും, അങ്ങനെ ഇപ്പോൾ എല്ലാവരും വിശ്വസിച്ചിരിക്കണേ, നീ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയില്ല, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ കൊന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് നീ അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കുവാണെങ്കിൽ നിനക്ക് ജീവനോടെ ഇരിക്കാം, ഇല്ലെങ്കിൽ നീ ശവമായി മാറുമെന്നും പറഞ്ഞുകൊണ്ട് പ്രകാശ് മേനോൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതേസമയം ആ ഗുണ്ടകളാണെങ്കിൽ ഋഷി എഴുന്നേക്കാണ്ട് കാണുമ്പം പ്രകാശിനോട് പറയുന്നുണ്ട്, സാറേ അവനെ എഴുന്നേക്കണില്ലല്ലോ എന്ന് പറയുമ്പം, അതൊക്കെ അവൻ്റെ അഭിനയാന്നും പറഞ്ഞ് പ്രകാശ് മേനോൻ ഋഷിയെ മൈൻഡ് ചെയ്യാണ്ട് തന്നെ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയും മുരളീനെയാണ്. മുരളി ദേവികയോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്താ ദേവിക നമ്മളുടെ അടുത്ത പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും തീരുമാനിച്ചിട്ടില്ല മുരളിയേട്ടാ, ഇപ്പോൾ ഇതുവരെയും കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ, ഇപ്പോൾ അരുന്ധതി മേഡമായിട്ട് തന്നെ നമ്മളോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു, ഇനി ആ ഇസബെല്ലയും കെവിനും ഉണ്ട്, അവരും അധികം വൈകാതെ നമ്മളോട് സത്യങ്ങൾ തുറന്നു പറയാൻ വരുമെന്ന്. അന്നേരം മുരളി പറയുന്നുണ്ട്, അവർ സത്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ, സത്യങ്ങൾ എന്തായാലും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോൾ വേണ്ടത് നമുക്ക് നന്ദനെ കിട്ടുകയെന്നുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നന്ദു എവിടെയാണെന്ന് ഇതുവരെയും ഒരു പിടിയും കിട്ടിയിട്ടില്ല, എന്തായാലും അരുന്ധതി മേഡോ ഇസബെല്ലയോ കെവിനോ ഒന്നും അല്ല നന്ദുവിനെ കാണാതായതിൻ്റെ പിന്നിൽ, അതിൻ്റെ പിന്നിൽ വേറെ ആരോ ആണ്, ഇനിയിപ്പോൾ ആ പ്രകാശ് മേനോനെങ്ങാനും ആയിരിക്കുമെന്ന് മുരളി ചോദിക്കുമ്പോൾ
ദേവിക പറയുന്നുണ്ട് അയാളൊന്നും ആയിരിക്കില്ല, അയാൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നന്ദുവിനെ കാണാതായതല്ലേ എന്ന് ചോദിക്കുമ്പം മുരളി പറയുന്നുണ്ട് അവൻ പരോളിൽ ഇറങ്ങിയത് എന്നാന്ന് നമുക്ക് അറിയില്ലല്ലോ ദേവിക. ഇനിയിപ്പോൾ അവൻ മനഃപൂർവ്വം നന്ദുവിനെ കടത്തിക്കൊണ്ട് പോയിട്ട് നമ്മളുടെയൊക്കെ മുന്നിൽ അഭിനയിക്കണയാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട് അതിന് വഴിയുണ്ട് മുരളിയേട്ട, എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ. ഈ പ്രകാശ് മേനോൻ പരോളിൽ ഇറങ്ങിയതിന് ശേഷം നന്ദുവിനെ കാണാതായതെങ്കിൽ അതിൻ്റെ പിന്നിൽ അയാൾക്ക് പങ്കുണ്ടാവും, അല്ലാതെ വേറെ നന്ദുവിനെ തട്ടിക്കൊണ്ടു പോകാൻ പറ്റിയവരാരും ഇല്ല എന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട് ഇനി ഓരോ ചുവടും നമ്മൾ സൂക്ഷിച്ച് വേണം മുന്നോട്ട് വയ്ക്കാൻ, ഇല്ലെങ്കിൽ നന്ദുവിൻ്റെ ജീവന് തന്നെ അത് ആപത്താവും എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് അതെനിക്ക് അറിയാം മുരളിയേട്ടാ, എത്രയും പെട്ടെന്ന് എനിക്ക് നന്ദുവിനെ കണ്ടെത്തണം. ഇപ്പോൾ സത്യങ്ങളെല്ലാം ക്ലിയർ ആയില്ലേ, ഇത്രയും ദിവസം അരുന്ധതി മേഡം എന്തൊക്കെ നാടകങ്ങളാണ് നടത്തിയത്, എത്ര പ്രാവശ്യം അവർ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്, ഋഷിയെ കാണില്ല എന്നും പറഞ്ഞ് അവരുടെ മകൻ അവരുടെ വീട്ടിലുള്ള സമയത്ത് തന്നെ അവർ നമ്മളുടെ വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അതിനവർക്ക് ചെറിയൊരു ശിക്ഷ കൊടുക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ മുരളി പറയുന്നുണ്ട് അത് വേണം ദേവിക, ഒരിക്കലും അവരെ വെറുതെ വിടാൻ പാടില്ല, അവർ ചെയ്തതിനൊക്കെ തിരിച്ചടി അവർക്ക് നമ്മൾ തന്നെ കൊടുക്കണം. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതി ആണെങ്കിൽ നന്ദനെ എവിടെ നിന്ന് കണ്ടുപിടിക്കുമെന്ന് അറിയാതെ ആകെ ടെൻഷനിലാണ്. നന്ദനെ തിരിച്ചു കൊടുക്കാതെ ഋഷിയെ കൊടുക്കൂലെന്ന് ഈ ദേവിക പറഞ്ഞതുകൊണ്ട് തന്നെ അരുന്ധതി വേഗം തന്നെ ഫോണെടുത്ത് CPയെ വിളിക്കുന്നുണ്ട്. CP ഫോൺ എടുത്തത് എന്താ മേഡം എന്ന് ചോദിക്കുമ്പം ഈ അരുന്ധതി ദേവിക വന്നതും എല്ലാ കാര്യങ്ങളും CPയോട് പറയുന്നുണ്ട്. അന്നേരം CP ചോദിക്കുന്നുണ്ട് മേഡം എന്ത് പണിയാണ് കാണിച്ചത്, മേഡം എന്തിനാ ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ദേവികയോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അതങ്ങനെ പറ്റിപ്പോയി CP, എത്രയാണെന്ന് വെച്ചിട്ടാ എൻ്റെ മകൻ അന്ത്യകർമ്മങ്ങൾ നടത്തുന്ന കാര്യം അവൾ പറയണത് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കണേ, അവസാനം എനിക്ക് ക്ഷമ കെട്ടിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞതാ എൻ്റെ മകൻ മരിച്ചിട്ടില്ല എന്ന്, ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മേഡത്തിന് അറിയുമെന്ന് ചോദിക്കുമ്പം എന്ത് പ്രശ്നം ഉണ്ടാവാനാ, എന്തായാലും സത്യങ്ങളെല്ലാം ദേവിക അറിഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, നന്ദനെ ആരാ തട്ടിക്കൊണ്ട് പോയേക്കണമെങ്കിലും നന്ദനെ കണ്ടുപിടിക്കണം, അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറയുമ്പോൾ CP പറയുന്നുണ്ട് അതിന് നന്ദന എവിടെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നന്ദനെ കടത്തിക്കൊണ്ട് പോയതിന് പിന്നിൽ ആ ഇസബെല്ലയും കെവിനും തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. CP എന്തായാലും അവരൊന്ന് ഫോളോ ചെയ്ത് നോക്ക്, അവരെ ഫോളോ ചെയ്താൽ നന്ദനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അത് കേട്ടതും CP പറയുന്നുണ്ട് ശരി മേഡം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് CP ഫോൺ വെച്ചതും അരുന്ധതി ആണെങ്കിൽ ഇങ്ങനെ ഫോണും പിടിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.